തിരുവനന്തപുരത്തേക്ക്. ഉപകരണങ്ങളും മരുന്നുകളും കിട്ടാതായതോടെ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സ മുടങ്ങി. 2 വർഷമായി കരാർ പുതുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതിനാൽ തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെക്കും. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് പ്രതിസന്ധിയിലായത്. ഇക്കാര്യം അറിയിച്ച് ഡോക്ടേഴ്സ് ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരിക്ക് കത്ത് നൽകി. ശ്രീചിത്ര പോലെ ദേശീയ പ്രാധാന്യമുള്ളൊരു ആശുപത്രിയിലാണ് ചികിത്സാ സാമഗ്രികൾ ഇല്ലെന്ന പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ പോകുന്നത്. ന്യൂറോളജി സംബന്ധമായ ശസ്ത്രക്രിയകളടക്കം നിർത്തിവെക്കേണ്ടി വരുമെന്ന് കാണിച്ച് വകുപ്പ് മേധാവിയടക്കം 9 ഡോക്ടർമാരാണ് ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് കൈമാറിയത്. ആരോഗ്യമേഖലയിൽ രാജ്യത്തെ മുൻനിര സ്ഥാപനമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രതിസന്ധി. സ്റ്റന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതിനാൽ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം തിങ്കളാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെക്കും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇമേജിംഗ് സയൻസ് ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ഡോക്ടേഴ്സ് സംയുക്തമായി ഒപ്പിട്ട കത്ത് ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരിക്ക് നൽകി. ഹൃദയമൊഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും രക്തക്കുഴലുകളിലെ തകരാർ പരിഹരിക്കുന്ന ചികിത്സയാണ് ഇതോടെ നിശ്ചലമാകുന്നത്. 100 കണക്കിന് രോഗികളാണ് മരണത്തിനും ജീവിതത്തിനുമിടയിൽ അവസാന പ്രതീക്ഷയായി ശ്രീചിത്രയിൽ ഈ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്കായി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം ജംപോർട്ടൽ വഴി ഇന്ത്യൻ നിർമ്മിത ശസ്ത്രക്രിയ സാമഗ്രികൾ മാത്രമേ വാങ്ങാവൂ. എന്നാൽ ഇന്റർവെൻഷണൽ റേഡിയോളജിക്കുള്ള സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിദേശ നിർമ്മിതമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രീചിത്രയിലെ പർച്ചേസ് വിഭാഗം ടെൻഡർ ക്ഷണിച്ച് വില കുറവുള്ള കമ്പനികളുമായി ചർച്ച നടത്തി 1 വർഷത്തേക്ക് വില നിശ്ചയിച്ചുറപ്പിക്കും. എന്നാൽ 2023 മുതൽ നിലവിലെ ഡയറക്ടർ ഇതിന് തയ്യാറാകുന്നില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇതോടെ കരാറുണ്ടായിരുന്ന കമ്പനികളുടെ കാലാവധി പുതുക്കാനായില്ല. ഇക്കാര്യം ഡയറക്ടറോട് കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ജെം വഴിയല്ലാതെ പർച്ചേസ് നടത്തിയാൽ ഓഡിറ്റ് പ്രശ്നമുണ്ടാകുമെന്ന നിലപാടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ. എന്നാൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളില്ല. മെഡിക്കൽ സാമഗ്രികൾ വാങ്ങുന്നതിന് പുതിയ പദ്ധതി വരും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിലും ശസ്ത്രക്രിയ മുടങ്ങുന്നതോടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന 100 കണക്കിന് ആളുകൾക്കാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാത്തത്. AS അഭിജിത്തിനൊപ്പം മനീഷ് മഹിപാൽ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഒരുപാട് രോഗികൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് പ്രതിസന്ധി. വേഗത്തിൽ ഇടപെടലുണ്ടാകട്ടെ. ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുകളും എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവട്ടെ.